ഹൈക്കോടതി വിമർശനത്തിന് പിന്നാലെ ശബരിമല സ്വർണ്ണമോഷണ കേസിൽ അന്വേഷണം കടുപ്പിച്ച് സൈറ്റി 2019 ദേവസ്വം ബോർഡ് അംഗങ്ങളെ അറസ്റ്റ് ചെയ്യാനാണ് നീക്കമെന്നാണ് സൂചന. അംഗങ്ങളായിരുന്ന എൻ വിജയകുമാർ, കെ പി ശങ്കർദാസ് എന്നിവരെ വീണ്ടും ചോദ്യം ചെയ്യാനായി വിളിച്ചുവരുത്തും. അറസ്റ്റ് മുന്നിൽ കണ്ട് ഇരുവരും മുൻകൂർ ജാമ്യത്തിന് നീക്കം തുടങ്ങിയെന്നാണ് വിവരം. സാരംഗ് സുധാകരന്റെ റിപ്പോർട്ടിലേക്ക്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘം നടത്തുന്ന അന്വേഷണത്തിൽ ഹൈക്കോടതിക്ക് കടുത്ത അതൃപ്തി രേഖപ്പെടുത്തിക്കൊണ്ടായിരുന്നു കഴിഞ്ഞ ദിവസത്തെ ഹൈക്കോടതിയുടെ പരാമർശം. അതായത് ഈ ഒരു ശബരിമലയുമായി ബന്ധപ്പെട്ട സ്വർണ്ണക്കൊള്ള സംരക്ഷകരാവേണ്ടവർ തന്നെ വിനാശകാരരാവുക, അതായത് നശിപ്പിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്ന ഒരു വലിയൊരു അഴിമതിയാണ് ശബരിമലയുമായി ബന്ധപ്പെട്ട് നടന്ന ഈ സ്വർണ്ണക്കൊള്ള എന്നായിരുന്നു ഹൈക്കോടതിയുടെ കണ്ടെത്തൽ. മാത്രമല്ല, ഇത് ഒരു സ്വർണ്ണക്കൊള്ള ഈ ഒരു ഉദ്യോഗസ്ഥ തലത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല. അതിനു പകരം ഈ സർക്കാർ തലത്തിലടക്കം ഉന്നതരിലേക്ക് ഈ ഒരു അന്വേഷണം എത്തേണ്ടതുണ്ട്. അത്തരത്തിലുള്ള ഒരു വലിയൊരു ഗൂഢാലോചന ഇതിന്റെ പിന്നിൽ ഉണ്ട് എന്നാണ് തുടക്കം മുതൽ തന്നെ ഹൈക്കോടതിയും ഒപ്പം ഇപ്പോൾ പുതുതായി വന്നിട്ടുള്ള ഒരു അന്വേഷണ സംഘത്തിന് നേർക്ക് വന്നിട്ടുള്ള ഹൈക്കോടതിയുടെ നിർദ്ദേശത്തിലടക്കം വ്യക്തമായി സൂചിപ്പിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ 2019 ബോർഡ് അംഗങ്ങളിലേക്ക് കാര്യങ്ങൾ കടക്കുക, അതായത് അന്വേഷണം അവരിലേക്ക് അടക്കം എത്തണം, അവരെ പ്രതി ചേർക്കണം, മാത്രമല്ല അറസ്റ്റിലേക്ക് അടക്കം കടക്കാനുള്ള ഒരു പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നീക്കമാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ഇതിനൊപ്പം തന്നെ ഇപ്പോൾ കഴിഞ്ഞ വർഷം അടക്കം ബോർഡ് പ്രസിഡന്റായ പ്രശാന്തിലേക്ക് അടക്കം അന്വേഷണം എത്താനുള്ള ഒരു സൂചന അന്വേഷണ സംഘം പുറത്തേക്ക് വെക്കുന്നുണ്ട്. കാരണം ഈ ഒരു ബോർഡുമായി ബന്ധപ്പെട്ട പല വിവരങ്ങളും ഈ ഒരു പ്രശാന്ത് അടക്കം അറിയേണ്ടതുണ്ട് എന്നാണ് അന്വേഷണ സംഘം നൽകുന്ന വിവരം. ഇതിനൊപ്പം തന്നെ ഈ ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സമയത്ത് ഉന്നതരിലേക്ക് അന്വേഷണം എത്തരുത് എന്നൊരു സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഒരു സമ്മർദ്ദം ഉണ്ടായി എന്ന് ഈ ഒരു പ്രതിപക്ഷം അടക്കം ആരോപണം ഉന്നയിച്ചിരുന്നു. ആ ആരോപണം ശരിവെച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഹൈക്കോടതി അടക്കം വിമർശനം വന്നിരിക്കുന്നത്. ഉന്നതരിലേക്ക് എന്തുകൊണ്ട് അന്വേഷണം എത്തുന്നില്ല, ബോർഡ് അംഗങ്ങളെ 2019 ബോർഡ് അംഗങ്ങളെ എന്തുകൊണ്ട് അന്വേഷണ പരിധിയിൽ കൊണ്ടുവരുന്നില്ല, അവരിലേക്ക് അറസ്റ്റ് എന്തുകൊണ്ട് നീങ്ങുന്നില്ല എന്നടക്കം കൃത്യമായ ചോദ്യങ്ങളായിരുന്നു ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. അതിനുശേഷമാണ് ഇപ്പോൾ ഈ ഒരു ബോർഡ് അംഗങ്ങളിലേക്കും അതിന്റെ പിന്നിൽ, അതായത് ഈ ഒരു ബോർഡ് അംഗങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ച ഗൂഢാലോചനയിൽ പങ്കുചേർന്ന ആൾക്കാർ ആരൊക്കെ, അതിൽ രാഷ്ട്രീയ തലത്തിലും സർക്കാർ തലത്തിലുമുള്ള എത്രത്തോളം ഉന്നതരടക്കം ഇതിൽ പങ്കാളികളായിട്ടുണ്ട് എന്ന വലിയ വിവരങ്ങളിലേക്കടക്കം SIT ഇനി അധികം വൈകാതെ തന്നെ എത്തുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ഒരു സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ആഗോള ഈ ഒരു കള്ളക്കടത്ത് സംഘത്തിന്റെ ബന്ധമുണ്ടെന്ന സ്ഥാപിക്കുന്ന തരത്തിൽ രമേശ് ചെന്നിത്തല അടക്കം വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു. ഈ വെളിപ്പെടുത്തൽ അദ്ദേഹം അന്വേഷണ സംഘത്തിന് മുൻപിൽ മൊഴിയായി നൽകുകയും ചെയ്തിരുന്നു. ഇത്ര വലിയൊരു വെളിപ്പെടുത്തലും ഇതേ സംശയം തന്നെ ഹൈക്കോടതി അടക്കം നടത്തിയിട്ടും ഇത്തരത്തിലുള്ള വലിയ ബന്ധങ്ങളിലേക്ക് അന്വേഷണ സംഘത്തിന് എത്താൻ കഴിയുന്നില്ല എന്നൊരു പ്രശ്നം ഹൈക്കോടതിയും മാത്രമല്ല ഈ ഒരു പ്രതിപക്ഷം അടക്കം ചൂണ്ടിക്കാണിച്ചിരുന്നു. അതെല്ലാം മറികടന്നുകൊണ്ട് എത്രയും പെട്ടെന്ന് അന്വേഷണം ഇതിന്റെ പ്രധാന കണ്ണികളിലേക്ക് എത്തുക എന്ന ഒരു ലക്ഷ്യത്തിലേക്കാണ് ഇപ്പോൾ SIT കടന്നിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് തന്നെ കഴിഞ്ഞ ദിവസം പങ്കജ് ഭണ്ഡാരിയെയും ഈ ഒരു സ്മാർട്ട് ക്രിയേഷനുമായി ബന്ധപ്പെട്ട 2 അറസ്റ്റുകൾ നടന്നിരുന്നു. വരും ദിവസങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ അറസ്റ്റുകളും ചോദ്യം ചെയ്യാനടക്കം വിളിപ്പിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ക്യാമറമാൻ സന്തോഷിനൊപ്പം സാരംഗ് സുധാകരൻ, ന്യൂസ് 18 തിരുവനന്തപുരം. ശബരിമലയിൽ അന്നദാനത്തിന് ഇന്നു മുതൽ കേരളീയ സദ്യ വിളമ്പി തുടങ്ങി. അവയിലും തോരനും പപ്പടവും പായസവും ഉൾപ്പെടെയാണ് സദ്യ. ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ OG ബിജു സദ്യ വിളമ്പി ഉദ്ഘാടനം നിർവഹിച്ചു. ഒന്നിടവിട്ട ദിവസങ്ങളിലാണ് സദ്യ കൊടുക്കുന്നത്. ഭഗവാൻ അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം കൊണ്ട് ഇന്നു മുതൽ ഒന്നിടവിട്ട ദിവസങ്ങളിൽ ശബരിമലയിലെ അന്നദാനത്തിന് കേരളീയ സദ്യ വിളമ്പാൻ ഉള്ള ഒരു ഉദ്യമം ആരംഭിച്ചിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട ദേവസ്വം ബോർഡിൻ്റെയും പ്രസിഡന്റ് അംഗങ്ങൾ, ബാക്കി മുതിർന്ന ഉദ്യോഗസ്ഥർ, ബഹുമാനപ്പെട്ട ദേവസ്വം മന്ത്രി, മറ്റ് സർക്കാർ പോലീസ് അധികാരികളെല്ലാവരും വളരെ സഹകരണത്തോടുകൂടി ഈ കാര്യത്തിന് ഞങ്ങൾക്ക് പിന്തുണ നൽകിയിട്ടുണ്ട്. എന്തായാലും ശബരിമലയിൽ ഒരു പുതിയ തുടക്കം ആയിരിക്കുകയാണ്. സദ്യ എന്ന നിലയിൽ കേരളീയ ഭക്ഷണത്തിൻ്റെ വിതരണം തുടങ്ങിയിരിക്കുന്നു ശബരിമല സന്നിധാനത്ത് എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പല വിഭവങ്ങളുണ്ട്, അവിയലും ഒപ്പം തന്നെ തോരനും അങ്ങനെ എല്ലാം ഉൾപ്പെടുന്നതാണ്. ചേട്ടാ, ഇവിടെ അങ്ങനെ ഒരു കേരളീയ സദ്യ എന്നുള്ള നിലയിലാണ്, എങ്ങനെയാണ് അതിനെ കാണുന്നത്? സന്തോഷായി. എങ്ങനെയുണ്ട് ചേട്ടാ? എങ്ങനെയുണ്ട്? സൂപ്പർ, സന്തോഷം. സ്വാമി, എങ്ങനെ ഇരിക്കെ? திருவாரூர் மாவட்டம்
എന്തായാലും ഇവിടെ എത്തുന്ന സ്വാമിമാർ ഹാപ്പിയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. അവരുടെ പ്രതികരണങ്ങൾ അങ്ങനെ തന്നെയാണ്. അവിയലും തോരനും ഒപ്പം തന്നെ അച്ചാറും പപ്പടവും ഒക്കെ ഉൾപ്പെടുന്നതാണ് ഈ ഒരു വിഭവം. പപ്പടമൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. ഒപ്പം തന്നെ അടപ്രഥമനും ഇതിൻ്റെ ഭാഗമായി ഉണ്ടാകും. ഓരോ ദിവസവും ഓരോ മെനു എന്ന നിലയിലാണ് ഉണ്ടാകുക. അതായത് ചില ദിവസങ്ങളിൽ പായസത്തിന് മാറ്റം ഉണ്ടാകും, അല്ലെങ്കിൽ അവിയലിനും തോരനുമൊക്കെ ചെറിയ വ്യത്യാസങ്ങളുണ്ടാകും. ആ നിലയിലാണ് ഉണ്ടാകുക. ഒന്നിടവിട്ട ദിവസങ്ങളിലായിരിക്കും. ഒരു ദിവസം പഴയ പോലെ പുലാവ് ഉണ്ടാവും. ബാക്കി ദിവസങ്ങളിൽ ഇങ്ങനെ സദ്യ എന്ന നിലയിലായിരിക്കും ഉണ്ടാകുക. എന്തായാലും ഒരു പുതിയ തുടക്കം ആയിട്ടാണ് ഇതിനെ കാണുന്നത്. ഏതാണ്ട് 5000-ഓളം പേരാണ് ഓരോ ദിവസവും ഈ അന്നദാന മണ്ഡപത്തിൽ എത്തുകയും ഈ ഭക്ഷണം കഴിക്കുകയൊക്കെ ചെയ്യുന്നത്. അത് സ്പോൺസർമാരെയൊക്കെ കണ്ടെത്തിയാണ് ഈ അന്നദാനം, ഈ സദ്യ ഉൾപ്പെടെ തുടരുകയും ചെയ്യുന്നത്.